ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാനിങ്ങനെയാണ് നെഗറ്റീവ് മാർക്സ് വളരെയധികം കുറച്ചുകൊണ്ട് ഈ പറയുന്ന PSC ലിസ്റ്റുകളിലൊക്കെ ചിലതിലൊക്കെ ഇടം നേടിയത് എന്നുള്ളത് പറയാനാണ്. അപ്പോൾ വളരെയധികം കൂടിയ ഒരു നെഗറ്റീവ് മാർക്കിൽ നിന്ന് ഒരു 20 ആ ഒരു റേഞ്ചിലൊക്കെയായിരുന്നു എൻ്റെ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വളരെ കുറച്ചു 5, 4 ആ ഒരു ഇതിലേക്കൊക്കെ എനിക്ക് എത്താൻ സാധിച്ചു. കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് ഞാൻ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയർ സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഇത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അത്യാവശ്യം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഞാനിത് ഇടുന്നതിൽ അർത്ഥമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ളതുണ്ടെങ്കിൽ ഓക്കെ, എനിവേസ് നിങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്യാൻ നന്നായി പഠിക്കുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല, ഇന്നത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും കൃത്യമായിട്ട് പഠിക്കാനും വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എല്ലാവർക്കും അതനുസരിച്ച് പഠിച്ചു പോകാൻ സാധിച്ചു എന്നൊന്നും വരില്ല. എന്നിരുന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, ഒരു ഐഡിയയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ചിലത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ഇട്ടത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിനനുസരിച്ച് പഠിക്കുക, നല്ലവണ്ണം പഠിക്കുക. സിലബസിലെ മാക്സിമം പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ എന്നുള്ള പ്രോസസ്സ് നന്നായിട്ട് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2025 ഞാനിപ്പോൾ ഈ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് ഇത്രയും സെറ്റ് ചെയ്യുന്നതിന് സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്നാൽ മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിലെല്ലാം അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ. കാരണം ഈ ജൂണിൽ എനിക്ക് 2 എക്സാംസ് ഉണ്ട്, KAS-ഉം അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് മെയിൻസും. കഴിഞ്ഞതിലും ഉണ്ടായിരുന്നു മെയിൽ സെക്രട്ടേറിയറ്റ് ഓഫ് മെയിൻസും ഡിഗ്രി പ്രിലിംസും. അപ്പോൾ ഈ എക്സാംസ് വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഗ്യാപ്പ് വരുന്നത് വീഡിയോ ഇടുന്നതിൽ കേട്ടോ. എന്നിരുന്നാലും കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങളത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള സാധനം കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടും അതിൽ വ്യത്യസ്തമായ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അധികം ആരും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടിയോ എന്നുള്ളത് പറയുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫെബ്രുവരിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് ജസ്റ്റ് ഇവിടെ പറയുകയാണ്. അതിനുശേഷം നമ്മൾ മെയിൻ ടോപ്പിക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സാമിനോട് അടുക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ നമുക്കൊന്ന് ഈ 2025 കുറച്ച് നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ജൂലൈ വരെയുള്ളത് വേണ്ടി വരും. കാരണം ഈ OA മെയിൻസിനൊക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നല്ലതും മിക്കതും സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. ഓക്കെ, അതിന് കൃത്യമായിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാക്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇസ്പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇസ്പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഇസ്പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടൽ സ്ഥാപിച്ചത്. എന്താണ് ഇസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സെബി പോർട്ടൽ ഫോർ ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സെബിയുടെ അധ്യക്ഷനായ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? തുഹിൻ കാന്ത് പാണ്ഡ്യ. അതും ഒരു കറണ്ട് അഫയർ ഫാക്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ബെന്നു ചിന്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം. ബെന്നു ചിന്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് റെക്സ് ആണ്. ഓക്കെ, ഒസിരിസ് റെക്സ് ആണ്. ഈ പറയുന്ന ബെന്നു ചിന്നഗ്രഹത്തിലേക്ക് ഒസിരിസ് റെക്സ് എന്ന് പറയുന്ന പേടകം പോയത് 2016 ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്തു? ആ ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള പാറയും പൊടികളൊക്കെ ആയിട്ട് 2023 സെപ്റ്റംബർ 24 മടങ്ങിയെത്തിയത്. ഓക്കെ, 450 കോടി വർഷം പഴക്കമുള്ളതാണ് ഈ പറയുന്ന ബെന്നു ചിഹ്നഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ ജീവന്റെ ചേരുവകൾ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒസിരിസ് റെക്സ് എന്ന് പറയുന്ന ദൗത്യം താഴെ പറയുന്നവയിൽ ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആര് വിക്ഷേപിച്ചതാണ്, ഏത് ബഹിരാകാശ സ്ഥാപനം വിക്ഷേപിച്ചതാണെന്നുള്ളതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് നാസയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. നെക്സ്റ്റ്, ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പൽ. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പൽ INS വിതരിണി എന്നുള്ളതാണ് കേട്ടോ. ദെൻ, ഇന്ത്യയിൽ ആദ്യമായി മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സ്ആപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി മെറ്റ എന്ന് പറയുന്ന പാരന്റ് കമ്പനിയുടെ കുറേയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് തന്നെ അറിയാം അല്ലെ, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദെൻ, ഇന്ത്യയിൽ ആദ്യമായി മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സ്ആപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ആന്ധ്രയാണ്. ദെൻ നെക്സ്റ്റ്, 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2025 തണ്ണീർത്തട ദിന പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ലോക തണ്ണീർത്തട ദിനം എന്ന February 2 അപ്പോൾ അതിന്റെ പ്രമേയവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. അപ്പോൾ ഇന്ത്യൻ റാംസാർ സൈറ്റിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്തേ റാംസാർ സൈറ്റിൽ ഇടം നേടിയിരിക്കുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് 2025 ICC അണ്ടർ 19 വനിതാ T20 ജേതാക്കൾ. 2025 ICC അണ്ടർ 19 T20 ജേതാക്കള് ഇന്ത്യയാണ്. വേദി എവിടെയായിരുന്നു എന്നറിയോ? മലേഷ്യ ആയിരുന്നു. ഓക്കെ, റണ്ണേഴ്സ് അപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, വിജയ് ഇന്ത്യ, വേദി മലേഷ്യ, റണ്ണേഴ്സ് അപ്പ് ദക്ഷിണാഫ്രിക്ക. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇൻ കേസ് സ്പീഡിന്റെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഈ വീഡിയോ കാണുന്നതിന്റെ സൈഡ് സെറ്റിംഗ്സിൽ പ്ലേബാക്ക് സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കേൾക്കാം. ഓക്കെ, ദെൻ ഡീപ് സീക്ക് എന്ന AI മോഡൽ അവതരിപ്പിച്ച രാജ്യം അതേതാണ്? ചൈനയാണ്. ഓക്കെ, ChatGPT പോലെ AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് എന്ത് ഈ പറയുന്ന ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 2023 ഡിസംബറിൽ ലിയാങ് വെൻഫെങ് ആണ് ഡീപ് സീക്ക് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത്. ഓക്കെ, ദെൻ 2025 ക്യാൻസർ ദിന പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 ക്യാൻസർ ദിന പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. ദെൻ നെക്സ്റ്റ്, 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോൾ സ്വർണ്ണ ജേതാക്കൾ. 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോൾ സ്വർണ്ണ ജേതാക്കൾ കേരളമാണ്. തമിഴ്നാടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, പുരുഷ വോളിബോളിൽ കേരളത്തിന് വെള്ളിയാണ്. സർവീസസ് ആണ് അതിൽ വിജയിച്ചത്. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ദെൻ ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI എന്നുണ്ട് കേട്ടോ. AI ഉപകരണങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യം. ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ഉപകരണങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യം ബ്രിട്ടൻ ആണ്. ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്ത്. രാജ്യത്തെ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണകേന്ദ്രം. ചണ്ഡീഗഡ്. നമുക്ക് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, അതായത് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ ഇതും ഓർത്തു വെച്ചിരിക്കണം. ദെൻ അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? ISRO ISROന്റേതാണ്. ദെൻ ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഓക്കെ, പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊള്ളൂ കേട്ടോ. അത് ബജറ്റിൽ അവർ ജസ്റ്റ് പറയുന്നുണ്ടാവും ഓരോന്ന്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ മികച്ച അഗ്രി ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമം കുമരകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഇതേ ടൈപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. എക്സാംസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ KS എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം ടഫായിട്ടുള്ളൊരു സംഭവമാണ്. IAS പോലെയൊക്കെ തന്നെ നമ്മൾ, പക്ഷെ കേരളത്തിന്റെ അഡീഷണൽ ഫാക്ട്സും കൂടെ അവിടെ നമ്മൾ പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ മാറ്ററിലോട്ട് ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്കൊരു 20 അങ്ങനെയൊക്കെയായിരുന്നു തെറ്റുകൾ എന്ന് പറയുന്നത്. ആദ്യം ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എഴുതുന്ന എക്സാംസ് ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്ന കോഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ കൂടുതൽ ചിന്തിക്കുള്ളൂ. അവിടെ PSC അധികം ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, എത്ര നെഗറ്റീവ് ഒന്നുമില്ല. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ തിരിച്ചറിയുന്നത്. അത് ശ്രദ്ധിക്കണം, അത് കുറയ്ക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇതാക്കുന്നത്. ബാക്കി എന്തെങ്കിലും വരുന്ന പോലെ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ എന്താണ് തുടക്കത്തിലൊക്കെ ഞാൻ എക്സാംസ് എഴുതി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, നോക്കാറില്ല, ചെക്ക് ചെയ്യാറില്ല. എനിക്ക് നെഗറ്റീവ്സ് നോക്കിയാൽ എനിക്ക് വിഷമം വരും, കിട്ടിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ ചില എക്സാംസിൻ്റെയൊക്കെ PSC മാർക്ക് കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതിയ സമയത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ആണ് ഫ്രഷ് ആയിട്ട് നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് എഴുതുന്നത് അല്ലേ. ബാക്കി പഠിക്കുന്ന ടൈമിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. കോവിഡ് ടൈം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് എഴുതുന്നത്. അതിൽ ആക്ച്വലി വെറും പോയിന്റ് വ്യത്യാസത്തിനാണ് എനിക്ക് മാർക്ക് അവർ കാണിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പാസ് മാർക്കിന്. ഓക്കെ, 51 പോയിന്റ് എത്രയായിരുന്നു, അത് 0.03 അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കുറച്ചും കൂടെ നല്ല നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കണം, നമ്മൾ ആൻസർ ചെയ്യുന്നതിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എഴുതിയ കുറച്ച് എക്സാമിന് ഞാൻ നെഗറ്റീവ്സ് ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇത് കുറയും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം എന്തൊക്കെ തെറ്റി എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ തെറ്റിച്ച സാധനം ഉണ്ടല്ലോ, ചിലപ്പോൾ വീണ്ടും എന്തായിട്ട് വരും, നമ്മുടെ മുന്നിൽ ചോദ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്,
പിന്നെ എഴുതുന്ന എക്സാംസിനൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തിയത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ലോണം നെഗറ്റീവ് കുറയുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് 20, 18, 16, 15 ഇങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. അതിൽ നിന്നൊക്കെ വളരെയധികം കുറഞ്ഞ് മെയിൻ PSC എക്സാം എഴുതുമ്പോൾ എനിക്ക് നല്ലോണം നെഗറ്റീവ്സ് കുറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് എഴുതിയതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 9, 4 ഇങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് ഈ പറയുന്ന നെഗറ്റീവ്സ് കുറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നല്ലവണ്ണം ചെയ്തിരിക്കുന്ന ഒരു പരിപാടി അതാണ്. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഏത് എക്സാംസിൻ്റെ ആണെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. 1.25 മണിക്കൂറാണെങ്കിൽ 1.25 മണിക്കൂർ, 1.5 ആണെങ്കിൽ 1.5, അത് ടൈം വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കും. ബബിൾ ചെയ്ത് തന്നെ നോക്കും. എന്നാലേ നമുക്ക് ആ ബബിൾ ചെയ്യുന്നതിൻ്റെ ടൈമൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഡിഗ്രി പ്രിലിംസിന് ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറായിട്ട് വരും. 10th അത്രയും ഇതില്ലെങ്കിലും. അപ്പോൾ ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, നല്ലോണം ബബിൾ ചെയ്ത് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടക്കത്തിലൊക്കെ എന്താണ് ഇങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ കുറഞ്ഞേ വരുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ധാരാളം ചോദ്യ പേപ്പറുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ സിലബസ് കണ്ടു, അതിനനുസരിച്ച് നമ്മൾ പഠിക്കാനൊരു ബുക്ക് എടുത്തു, അത് നോക്കുമ്പോൾ ബുക്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട്, ഇതെല്ലാം പഠിക്കണോ എന്നുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ഇത് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതൊക്കെ വളരെ ടഫായിട്ടുള്ളതല്ലേ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ തന്നെ കുറേ ഗസ് വർക്ക് നടത്തി പഠിച്ച് ചിലത് പഠിക്കാതിരിക്കും, ചിലത് പഠിക്കും, അങ്ങനത്തെ രീതിയിൽ പോകും. അതിനേക്കാളും നല്ലത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇന്ന ഏരിയാസ് അപ്പോൾ അവർ കുറച്ചും കൂടെ ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇന്ന ഏരിയാസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയം പഠിക്കാനെടുക്കുമ്പോൾ ഇതവർ ചോദിക്കുന്നതല്ലേ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം ചെയ്ത് നമ്മൾ പഠിക്കും അല്ലേ. ഇനി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടി ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണിൽ എല്ലായിടത്തും എത്തണമെന്നില്ല. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഏരിയാസിൽ നിന്ന് ചോദിക്കും. അല്ലാതെ സ്ഥിരം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സോൺ എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് മാർക്സ് ഉണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം ചെയ്താൽ തന്നെ ആ ഒരു മാർക്സ് നമുക്ക് സെറ്റ് ആകും. ഓക്കെ, ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം ആ ഏരിയാസൊക്കെ നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ ഒക്കെ ഏരിയയിൽ നിന്ന് നമുക്ക് നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലവണ്ണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഘടകം ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, ആൻസറിങ് ആണ്. ഓക്കെ, അതനുസരിച്ചാണ് ഞാൻ പിന്നെ ഓരോന്നും പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഈ സ്പീഡ് എന്ന് പറയുന്നത് വലിയൊരു അതായത് നമുക്ക് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും, വായിച്ച് നീങ്ങണില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ പതുക്കെ സ്പീഡ് കൂട്ടുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ഏരിയാസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ ആദ്യം കുറച്ച് നോക്കുക, പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് വായിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാം കത്തണമെന്നൊന്നുമില്ല, നമുക്ക് മനസ്സിലാകണമെന്നില്ല, നമ്മൾക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കിട്ടി, നമുക്ക് എന്ത് അതിൽ നിന്ന് ചോദിച്ചാലും കിട്ടണമെന്നൊന്നുമില്ല. നമ്മളത് ഒന്നും കൂടെ നോക്കണം. അതിനാണല്ലോ നമ്മൾ റിവിഷൻ പറയുന്നത്. ഓക്കെ, സ്റ്റഡി പ്ലാനിലൊക്കെ ആണെങ്കിൽ റിവിഷൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ആവർത്തനമാണ് ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ. ഓക്കെ, അപ്പോൾ ആ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും കിട്ടണില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ജസ്റ്റ് ആദ്യം ഒന്ന് വായിച്ച് എടുക്കുക, അത് മനസ്സിരുത്തി ഇത്തിരി ടൈം എടുത്താലും അത് തീർക്കാൻ നോക്കുക. എന്ന് വെച്ച് അത് തന്നെ 2-3 മണിക്കൂർ വെച്ചിരിക്കേണ്ട, പകരം അത് കുറച്ചാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അടുത്ത സബ്ജക്റ്റ് എടുക്കുക. ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല എന്ന് തോന്നില്ല. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ സമയം എന്ന് നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് ആണെങ്കിലും ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും ആ പേപ്പറൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിൽ വരുന്നു, SCRTയിൽ നിന്നൊക്കെ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ OA മെയിൻസിന്റെ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയുടെ ഒക്കെ ഏരിയ SCRTയുടെ അതുപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ SCRT വായിക്കുന്ന ഒരാൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഒപ്പം അതിന്റെ കൺസെപ്റ്റ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ ഒക്കെ അതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ഒരാൾക്കും അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം വായിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. വെറുതെ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ വായിച്ച് കുറേ സമയം കളയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് നെഗറ്റീവ്സ് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചത്. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. പക്ഷെ അതിനെക്കുറിച്ച് നല്ല ഐഡിയ വേണം.
അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 10 മാർക്സ് ആണല്ലോ. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമർ പോർഷൻസ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ആക്റ്റീവ് പാസീവ്, റിപ്പോർട്ടഡ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ ബേസിക് റൂൾസ് അറിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെറ്റാണ്. പിന്നെ വൊക്കാബ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമുക്കുള്ളത്. ഈ വൊക്കാബുലറി നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓരോ ദിവസവും കുറച്ച് ഇഡിയംസ് ആണെങ്കിലും അതുപോലെ തന്നെ സിനോണിംസ് ആണെങ്കിലും ഫോറിൻ ഫ്രേസസ് നമുക്ക് അല്ലാതെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ച് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യ പേപ്പറിൽ കൂടുതൽ ചോദിച്ച് കണ്ടെത്തിയതാണ് നോക്കുക. ഇപ്പോൾ OA മെയിൻസിന് Cloud9 എന്ന് പറയുന്ന ഒരു ഇഡിയം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഇത് തന്നെ ഡിഗ്രി പ്രിലിംസിനും അവർ ചോദിച്ചു. ഞാൻ എഴുതിയ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ഞാൻ പറഞ്ഞല്ലോ റിപ്പീറ്റഡ് ആണ് ഇംഗ്ലീഷിന്റെ ഒക്കെ ഏരിയ. നമുക്ക് നല്ല രീതിയിലൊരു സ്കോറിംഗിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് മലയാളവും. ഇത് കുറച്ച് ടൈം നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യാം, കുറച്ച് പഠിക്കാം. ഒറ്റ വായനയിലൊന്നും ഈ ഇഡിയം ഒന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പൊ അതിനൊന്ന് വീണ്ടും ഒന്ന് നോക്കണം, ഒന്നും കൂടെ നോക്കണം, ഓർമ്മ കിട്ടേണ്ടതെന്നൊന്നും നമ്മൾ റിവൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് സെറ്റ് ആക്കണം. ഓക്കെ, ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മാത്സിന് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിന്റെ ഇക്വേഷൻസ് ട്രിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് രണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഓർഡറിലെ പോർഷൻസ് പഠിക്കാൻ നോക്കുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ അസംബ്ലിയുടെ കുറച്ച് കാര്യം പഠിച്ചിട്ട് മറ്റേതിന്റെ അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും പോർഷൻ കുറച്ച് പഠിക്കാം. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ വന്നത്, ശേഷം പ്രിയാമ്പിൾ വന്നു, പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഒരു ഓർഡറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് ഓർഡറിൽ നമ്മുടെ മനസ്സിൽ വരിക്കും. ഇന്നത് ശേഷമാണല്ലോ ഇന്നത് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ എന്താണ് ഓർഡറിൽ പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ ചരിത്രമാണെങ്കിലും ശരി, നമ്മൾ ആ ഒരു കാലഗണന ക്രമം അനുസരിച്ച് പഠിച്ചാൽ അത്യാവശ്യം ഇയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താവും, സെറ്റ് ആകും. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ SCERT നല്ലവണ്ണം എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഓക്കെ, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് SCERT നല്ലവണ്ണം യൂസ് ചെയ്യുക. എസ്പെഷ്യലി സയൻസ് സബ്ജക്ട്സ് ഒക്കെ അതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ SCERT നല്ലവണ്ണം വായിക്കാം. അതുപോലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതും SCERT റിലേറ്റഡ് ആയിട്ടൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ SCERT നിങ്ങൾ മാക്സിമം പറ്റുന്നത് വായിക്കുക കേട്ടോ. അതില് നമുക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. അത് അധികം നിങ്ങൾ നോക്കണമെന്നില്ല. അതിൽ ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റ്സ്, ഡെഫിനിഷൻസ്, ഇപ്പോൾ ജോഗ്രഫിയുടെ ഒക്കെ ആണെങ്കിൽ ഫീച്ചേഴ്സ്, ഏതെങ്കിലും ജോഗ്രഫിക്കൽ ഫീച്ചറിനെ കുറിച്ച് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ ടെക്സ്റ്റ്, അതുപോലെ 10th ഇപ്പൊ പുതിയതാണോ വന്നിട്ടുള്ളത് അതൊന്ന് നല്ലവണ്ണം നോക്കും. പുതിയ ടെക്സ്റ്റിൽ നിന്ന് അവർ കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഞാനും കുറച്ചധികം SCERT റിലേറ്റഡ് ആയിട്ട് വായിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനും ഈ വീഡിയോസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് അധികം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കുറച്ച് SCERT ഫാക്ട്സ് ഒക്കെ ഞാൻ അങ്ങനെ പഠിച്ചു പോയി. അങ്ങനെയാണ് എനിക്കൊരു 75 ആ ഒരു 72 എബവ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, നല്ല രീതിയിൽ നെഗറ്റീവ്സ് വളരെയധികം കുറച്ച് 5 ഞാൻ എത്തിയത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് അതിലൊക്കെ കയറാൻ സാധിച്ചത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സിലബസ് ഞാൻ മാക്സിമം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടുമേ പറ്റുന്നില്ല അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസിങ് ആണ് എന്നുള്ള തോന്നിയതും അതുപോലെ തന്നെ അധികം റെലവെന്റ് അല്ലാത്ത കാര്യങ്ങൾ വരുന്നതും ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കേരള ജോഗ്രഫിയിൽ ഡിസ്ട്രിക്ട്സ് പഠിക്കാനുണ്ടല്ലോ. ഡിസ്ട്രിക്ട്സ് എന്ന് അവർ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓരോന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അല്ലെ. അതിൽ നിന്ന് കൂടി വന്ന ഒരു ചോദ്യം ചോദിക്കില്ല എന്നല്ല, ചോദിക്കും. അപ്പോൾ അതിനൊക്കെ കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചു മാറ്റുന്നതല്ലേ. ഇനി അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് ഡിസ്ട്രിക്ട് വൈസുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുറേയധികം പേപ്പേഴ്സ് ആൻസർ ചെയ്ത് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ കുറേയധികം ഫാക്ട്സ് ഉണ്ട് ഓരോന്നിലും. ഇത്രയും അധികം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മളെങ്ങനെ അത് ഓർക്കും? വേണ്ടാന്നല്ല, അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ ന്യൂസിലൊക്കെ വളരെയധികം കത്തി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലൊക്കെ ഒന്ന് നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ വളരെയധികം ഹെക്ടിക് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയാസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത്
ടൈം കിട്ടിയാൽ അവസാനം നോക്കാം എന്നുള്ള രീതിയിലേക്കാണ് വെച്ചത്. അങ്ങനെ ഒന്ന് വെച്ചതാണ് ഈ ഡിസ്ട്രിക്ട്സ് ഒക്കെ കേട്ടോ. ഡിസ്ട്രിക്ട്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ടുള്ള പോർഷൻസാണ്. എന്തെങ്കിലും എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏതിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റി വെക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെയാണ്. ഓക്കെ, ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുക നിങ്ങൾ ചെയ്യുമ്പോഴാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും ഈ ഒരു പേപ്പർ ഇപ്പം കഴിഞ്ഞൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും ടഫ് ആയിട്ടുള്ളത് 10th വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്രയും ടഫ് ഒന്നും വരില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വേറെ തരത്തിൽ ചോദിക്കാം. അത് എന്താണ്, അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കും. ഇപ്പോൾ എനിക്ക് വളരെ കുറേയൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡിഗ്രി പ്രിലിംസിന്, കഴിഞ്ഞ പ്രിലിംസിന്. അപ്പോൾ അതിൽ ആൻസർ ചെയ്തതിൽ ഞാൻ ജസ്റ്റ് പ്രൊവിഷനിൽ മാത്രം ജസ്റ്റ് നോക്കിയപ്പോൾ 4 നെഗറ്റീവ് ഒക്കെ വന്നിട്ടുള്ളൂ. പാസ്സാകും എന്നാണ് പ്രതീക്ഷ, അറിയില്ല. ഇനി ഫൈനൽ കീ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ എന്നെല്ലാം കാണണം. നമ്മൾ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് കാണണം, നമ്മളൊന്ന് വായിച്ചെടുക്കണം. പിന്നെ അതിനെ റിവിഷനിലൂടെ ഒന്നും കൂടെ നമ്മൾ ബ്രഷപ്പ് ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ, എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇതാണെന്ന് അറിയണം, അല്ലെ? ഇപ്പൊ കേവലം ഒരു പോക്സോ ആക്ടിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, OA മെയിൻസിന് ചോദിച്ച ചോദ്യം വരികൾക്കിടയിൽ ഒരു ഉളുക്കാണ് അവർ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എനിക്ക് അതിൽ ചില ഇതിലൊക്കെ എത്താൻ സഹായിച്ചത്. നമുക്ക് എഴുതണയിൽ തന്നെ കോൺഫിഡൻസ് കൂടി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് കിട്ടും, എനിക്ക് കിട്ടാനുള്ള ആ ഒരു ഇതുണ്ട്, 80-85 റേഞ്ചൊക്കെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഈ വളരെയധികം നെഗറ്റീവ്സ് കുറയ്ക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഒരു എക്സാം കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം, എനിക്കിത് കിട്ടുന്നുണ്ടോ, ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് എൻ്റെ പോയത്, ഞാൻ ഇന്ന മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ ഇന്ന ഏരിയ ആണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാകും. നമ്മൾ ഏതൊക്കെ ഏരിയാസ് നോക്കിയില്ല, നോക്കാത്ത ഏരിയാസ് പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എന്താണ് നെഗറ്റീവ്സ് കുറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതിനായി മുൻപത്തെ വീഡിയോസിലും ഞാനതൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. തിരിച്ചും മറിച്ചും നമ്മൾ ഒരേ സിലബസ് തന്നെയാണ്. ഇപ്പോൾ 10th അതേ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രിലിംസും മെയിൻസും ഇപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനും VFA ഒക്കെ എഴുതാൻ പോകുന്നത്, അല്ലെ? സിലബസ് സെയിം ആണ്, പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ്. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എഫേർട്ട് ഇട്ട് പഠിക്കാൻ ശ്രമിക്കണം. കുറച്ചും കൂടെ എന്താ പറയാ, SCERT NCERT കണ്ടൻസുകൾ വായിക്കാൻ ശ്രമിക്കണം. അതുപോലെ കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ റിവൈസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതും ഒരു ഫാക്റ്റാണ്. അങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് കുറച്ചൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വരുത്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സിനൊക്കെ എനിക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല മാത്സിന് പഠിക്കാൻ വേണ്ടി. ആ സമയം ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റിന് സ്പെൻഡ് ചെയ്തു പഠിക്കാനൊക്കെ. കാരണം മാത്സിന്റെ ബേസിക് ചെയ്യേണ്ട കാര്യങ്ങളുടെ റൂൾസ്, ഇക്വേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെച്ചാൽ പിന്നെ ഏത് പ്രോബ്ലം തന്നാലും നമുക്ക് സെറ്റ് ആവുമല്ലോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് കേട്ടോ, ബുദ്ധിമുട്ടുള്ളവർ അത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം, ചെയ്തു നോക്കണം, പരിശീലിക്കണം. പക്ഷെ അത് ഒരുവിധം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്യണ്ട. അത് സെറ്റാണ്, എനിക്ക് ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളവരുണ്ടാവുമല്ലോ. ഇനി അവർ ജസ്റ്റ് ലേറ്റസ്റ്റ് ആകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. അല്ലാത്തവരുണ്ടെങ്കിൽ ആ വീക്ക് ഏരിയ നല്ലോണം ഫോക്കസ് ചെയ്യണം. നമ്മൾ വീക്ക് ഏരിയ കൂടുതൽ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെഗറ്റീവ്സ് ഒക്കെ നല്ലോണം കുറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ. എല്ലാ ഏരിയയിലും കൈവയ്ക്കണം നമുക്ക്. ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്സ് സ്കോർ ചെയ്യണം. നമുക്ക് പഠിക്കേണ്ട സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ന സബ്ജക്ട് അതിൽ ചില ഏരിയാസ്, ഇടയിലുള്ള ഏരിയാസ് മാത്രമേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ IT പോലത്തെ ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ. അത് അത്യാവശ്യം ടഫായിട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. IT, അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറൊക്കെ കുറച്ചൊന്ന് നോക്കി സെറ്റ് ആക്കുക. പക്ഷെ അതിനൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണ്ട. പക്ഷെ എന്നാലും കുറച്ച് ഓരോ ദിവസവും നോക്കാൻ പറ്റുന്ന അത്രയും നോക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, പിന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഗവേണൻസ്, ജിയോഗ്രഫി, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഓൾറെഡി കയ്യിലുണ്ട്, സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ആക്ട് ആണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ട് ഫുള്ള്. ഇപ്പോൾ നമ്മളൊരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സെക്ഷനുകൾ വെച്ചിട്ടാണ് നമുക്ക് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ആ സെക്ഷനുകളൊക്കെ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചെടുക്കണം. എന്നാലേ നമുക്ക് എന്താണ് മനസ്സിലിരിക്കും. ഇപ്പോൾ കുറേയധികം സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റിൽ നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഫോക്കസ് ചെയ്ത് പഠിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് പഠിച്ചു മാറ്റാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒട്ടുമേ അറിയാത്തത്
മാക്സിമം ആൻസർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലിരുന്ന് ചെയ്യുന്ന പേപ്പറിലാണെങ്കിലും നമുക്ക് ഒട്ടുമേ അറിയില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല, അറിയേയില്ല എങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ആകെ മൊത്തം ആൻസർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം ബാക്കി കിട്ടുമല്ലോ, അതിൽ നമ്മൾ ഒരു റൗണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ ചിലതിൻ്റെയൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ആകുമോ എന്നൊക്കെ നമ്മൾ ആൻസർ ചെയ്ത് വളരെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ആൻസർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര ഒരു തവണ 2 തവണ വായിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നമ്മളുടെ മൈൻഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അത് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ പിക്ടോറിയൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഇത് നമ്മൾ ഒരു ദിവസം ഒരു ഏരിയ വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടു എന്ന് നമുക്ക് തന്നെ തോന്നണം. എന്നിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. ഒരിക്കലും ഡെസ്പറേറ്റ് ആയിട്ട് എനിക്കിത് പറ്റുമോ, ഇത്രയൊക്കെ ഇല്ലേ, കിട്ടുമോ, എനിക്കിത് കിട്ടാൻ ഇതില്ല, എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓക്കെ, നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വെറുതെ ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ചിലതൊക്കെ ഞാൻ കൺസെപ്റ്റുവൽ ആയിട്ട്, ഇപ്പോൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് കയ്യിലുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് കുറച്ച് എത്താൻ പറ്റും. ഈവൻ ദോ നമ്മൾ SCERT വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ വരികളൊക്കെ ചിലപ്പോൾ എക്സാക്ട് നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നില്ലല്ലോ. കുറേ പ്രാവശ്യം വായിച്ചിട്ടുള്ളവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റുവൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയും എനിക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഒരു കൺസെപ്ച്വലി പഠിക്കേണ്ട കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ കഴിഞ്ഞ OA മെയിൻസ്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ പേപ്പർ, ലേറ്റസ്റ്റ് നടന്ന പ്രിലിംസിന്റെ 10th ലെവലിൽ നടന്ന പ്രിലിംസിന്റെ, അതിനേക്കാൾ ഉപരി LDCയുടെ പേപ്പറുകൾ, LGSന്റെ പേപ്പറുകൾ ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാവും, നെഗറ്റീവ്സ് കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഏറ്റവും അധികം വില്ലൻ ആവാൻ പോകുന്നത്, നമ്മൾ ഈ എത്രയൊക്കെ പഠിച്ചാലും വില്ലൻ ആവാൻ പോകുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. നമ്മൾ 70 to 75 ഒക്കെ ചെയ്തു നോക്കും, അതിൽ 10-15 തെറ്റിയാലുള്ള കാര്യം ആലോചിച്ച് നോക്കും. അപ്പം നല്ലവണ്ണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൻസറും ചെയ്യണം, നെഗറ്റീവ്സ് ഉണ്ടാവാനും പാടില്ല. ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ, ഒന്ന്, കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. 2, മാക്സിമം സ്പീഡിൽ ചെയ്യണം, അല്ലേ? 3, ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം PYQs ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് നടന്ന ഇതിന്റെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. സിലബസിൽ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത ഏരിയാസും സിലബസിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഏരിയാസും പറ്റാവുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അത് വെറും ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നോട്ട് എഴുതി പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യും. എനിക്ക് നോട്ട് എഴുതുക എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ മാത്സ് ചെയ്ത് പഠിക്കുന്നത് ഒക്കെ നല്ലതാണ്, കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ആരെങ്കിലും ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് നമ്മുടെ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ബുക്സിലോ നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ നമ്മൾ ഓരോന്നിൻ്റെയും നോട്ട് എഴുതി വരുന്നത് കുറേയധികം ടൈം എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ അതിനുവേണ്ടി കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല. കുറച്ചൊക്കെ നമ്മൾ ആദ്യമേ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ നമ്മൾ സ്വയം ബിൽഡ് ചെയ്തെടുക്കുക, ഓരോന്ന് വായിച്ചും അതിൻ്റെ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളതിൻ്റെയൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും വീഡിയോസ് ഒക്കെ കേൾക്കുമല്ലോ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ ഏരിയാസും സെറ്റ് ആക്കാൻ ശ്രമിക്കാം. സ്ഥിരമായി ചോദിക്കുന്ന ഏരിയാസൊക്കെ നല്ലവണ്ണം പഠിച്ചു വയ്ക്കുക. ഓക്കെ, സ്ഥിരമായി ചോദിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് പഠിക്കുക. ബാക്കിയുള്ളത് സിലബസിൽ പറയുന്ന പോർഷൻസ് എന്ത് ചെയ്യാം, കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കുറച്ച് പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ നെഗറ്റീവ് മാർക്സ് ഒക്കെ കുറയും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നല്ല ലെവലിലൊക്കെ ഭയങ്കര കൂടിയ ഇതിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.